ഇപ്പോൾ നർത്തകനും നടനുമായ ശ്രീ RLV രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RLV രാമകൃഷ്ണൻ മന്ത്രിക്ക് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. കലോത്സവ വേദിയിലൂടെ വളർന്നു വന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ 5 ലക്ഷം രൂപയിൽ വലിയ തുക പ്രതിഫലം ചോദിച്ചു. അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, സിനിമാ താരങ്ങളുടെ പിന്നാലെ പോകണമായിരുന്നു, പകരം എത്രയോ ആളുകൾ, അങ്ങടക്കം എത്രയോ ആളുകൾ ഈ സജീവമായി ഈ കലയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, അവരിലേക്ക് ഇങ്ങനെ ഒരു അവസരം നൽകാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സമീപനം നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്താണ് അങ്ങൊരു കലാകാരൻ എന്ന നിലയിൽ കണക്കാക്കുന്നത്? വളരെ ദുഃഖത്തോടെ പറയട്ടെ, എന്തിനും ഏതിനും നമ്മുടെ സാംസ്കാരിക ഇടങ്ങളിൽ സിനിമാ താരങ്ങൾ കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികളല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ സിനിമ എന്ന ബ്രാൻഡിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇപ്പൊ നമ്മൾ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടൊന്നും നമുക്കൊരു പരിപാടിയൊന്നും ആരും തരാറുമില്ല. കാരണം ഒരു പരിപാടി തരണമെങ്കിൽ നമുക്ക് കേവലം ഒരു ഓർക്കസ്ട്രയുടെ പൈസ ചോദിച്ചാൽ പോലും നമുക്ക് തരില്ല. പക്ഷെ സിനിമാ നടികളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ സിനിമാ നടികളുടെ പരിപാടിയാണെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ അവർക്ക് കിട്ടുന്ന സാഹചര്യം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ സ്കൂൾ കുട്ടികളുടെ ഈ കലോത്സവം ഏഷ്യയിലെ 1ാമത്തെ മേള എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആകുന്ന ഈ മേളയിൽ ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്നെ പോലൊരു കലാകാരൻ, എന്നെ പോലെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊരു അംഗീകാരമായിട്ട് അവർ ഒരു പക്ഷേ ഒരു സൗജന്യ സേവനമായിട്ട് ചെയ്ത് കൊടുത്തേനെ. ഇത് സിനിമാ താരങ്ങളുടെ പുറകെ പോയത് തന്നെയാണ് ഇതിന്റെ ഒരു അവരുടെ ഒരു ബ്രാൻഡിന്റെ ഒരു വിലയായിരിക്കാം ഒരു പക്ഷേ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. നമുക്കതിന് എതിര് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എന്റെ ഒരു അഭിപ്രായവും എന്റെ ഒരു സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഭീമമായ തുക തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികളെ കലോത്സവത്തിന് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നമ്മൾ രംഗവേദിയിലേക്ക് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ടെങ്കിലും നമ്മളൊക്കെ അത് സഹിച്ച് അവരെ രംഗവേദിയിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്റെ അഭിപ്രായത്തില് ഞാൻ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഭീമമായ തുകയായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം എന്തിനും ഏതിനും ഈ ബ്രാൻഡ് തേടി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പരിപാടികളിലും നമ്മുടെ തന്നെ അഭിമാനമായ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടുത്തെ പേരുകേട്ട അധ്യാപകരുണ്ട്, അങ്ങടക്കമുള്ള പ്രതിഭകളുണ്ട്, അങ്ങനെ പലരുമുണ്ട് അല്ലെ? അപ്പോ ചിട്ടയായ ഒരു മനോഹരമായ നൃത്തരൂപം ആവിഷ്കരിക്കണമെങ്കിൽ തന്നെ ഈ പറയുന്ന ബ്രാൻഡിന് പിന്നാലെ പോവേണ്ടതില്ല എന്നുള്ളതാണോ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് പ്രൊഫഷണൽ കലാകാരന്മാര് ഈ രംഗത്തുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സ്വാഗത സംഘം ഗാനങ്ങളാണെങ്കിൽ തന്നെ സ്കൂളിൽ നമ്മുടെ +2 വരെയുള്ള സ്കൂളുകൾ അധ്യാപകർ, സംഗീത അധ്യാപകർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് നർത്തകരും ഒരുപാട് പ്രശസ്തമായ സ്ഥാപനങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേവലം ഒരു സിനിമാ നടിയുടെ പുറകെ, എനിക്ക് ആരാധറിയില്ല ആർട്ടിസ്റ്റ്, അപ്പൊ സിനിമ എന്ന ബ്രാൻഡിനെ അന്വേഷിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഭീമമായ തുക അവർ പറഞ്ഞതെന്ന് അവർ വിചാരിക്കുന്നു. കാരണം നോർമലി എല്ലാ സിനിമാ താരങ്ങളിലെയും നൃത്ത പരിപാടികൾക്ക് 3 ലക്ഷം രൂപ മുതലങ്ങ് മുകളിലേക്ക് ഉണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ആ ഒരു ബ്രാൻഡിന്റെ വിലയായിരിക്കാം അവർ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ പ്രൊഫഷണൽ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത്തരം ഒരു ശരിയാണ് RLV രാമകൃഷ്ണൻ.